പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് BJP. ആ BJP ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ MP-മാരുള്ള, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഭരിക്കുന്ന അങ്ങനെയുള്ള BJP എന്ന പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് രാഷ്ട്രീയമായിട്ട് വലിയ ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന BJPയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം ഇന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്താണ് ആ സുപ്രധാനമായിട്ടുള്ള തീരുമാനം? ആ തീരുമാനങ്ങൾ വരുമ്പോൾ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? ആ തീരുമാനം BJPയുടെ മുന്നോട്ടുള്ള പോക്കിനെ, അതേപോലെ തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ട് BJPയുടെ ഭാവി, ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്നാണ് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പരിശോധിക്കുന്നത്. അപ്പൊ എന്താണ് ആ സുപ്രധാനമായിട്ടുള്ള അതേപോലെ ആ തീരുമാനം എന്ത് മാറ്റമാണ് വരുത്താൻ പോകുക എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പ്രതിപക്ഷം നിരന്തരമായിട്ട് സഭ സ്തംഭിപ്പിക്കുകയുണ്ടായി. അങ്ങനെ പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ച സമയത്ത് തന്നെ വലിയ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി BJP മുന്നോട്ട് പോവുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ചർച്ചയായ ഒരു വിഷയമാണ് BJPയുടെ പുനഃസംഘടന. ആ BJPയുടെ പുനഃസംഘടനയെ സംബന്ധിച്ചിട്ടുള്ള നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ആ നിതിൻ നബീനാണ് BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷൻ. 44 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീമിന്റെ പ്രഖ്യാപനമാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ BJPയുടെ മുന്നോട്ടുള്ള ചുവടുവെപ്പ് പുതിയ ഒരു ദേശീയ നേതൃനിരയെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. പാർലമെന്റിലെയും അതേപോലെ തന്നെ ജനാധിപത്യ സംവിധാനത്തിലെയും ശരിക്കും അനുഭവ സമ്പത്തുള്ള യുവത്വത്തെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു പുതിയ പട്ടികയായിരിക്കും വരുമെന്നുള്ള സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പരിചയമുള്ള, യുവത്വത്തെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന, യുവത്വത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പട്ടികയാണ് വരാൻ പോകുന്നെന്നുള്ള സൂചനയുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൂചനകൾ പുറത്തു വരുന്നതനുസരിച്ചിട്ട് അനുരാഗ് ഠാക്കൂറും അതേപോലെ തന്നെ സ്മൃതി ഇറാനിയും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന നിലയിലാണ് സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഴിച്ചുപണി വെറും ഒരു മാറ്റമല്ല, കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഈ പാർട്ടിയിലെ അഴിച്ചുപണി. ഇത് പറയാൻ കാരണം, ആസന്നമായ വലിയ ചില തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. പഞ്ചാബ്, UP പോലുള്ള ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അതേപോലെ തന്നെ 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ഇപ്പോഴേ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ദേശീയ നേതൃനിരയായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതേപോലെ തന്നെ വനിതകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പട്ടികയായിരിക്കും ഇത് എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ഇത് താഴെ തട്ടിൽ BJPയെ വനിതകളും അതേപോലെ തന്നെ യുവാക്കളും പാർട്ടിയോട് അടുക്കും, അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ ആസൂത്രണത്തോട് കൂടിയിട്ടുള്ള ഒരു പട്ടികയാണ് വരാൻ പോകുന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. BJPയുടെ മുൻ ദേശീയ അധ്യക്ഷനായിട്ടുള്ള അമിത്ഷായുടെയും അതേപോലെ തന്നെ പാർട്ടിയുടെ ഉന്നത നേതൃത്വവുമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടാണ് ഈ പുതിയ പട്ടിക പുറത്തു വരുന്നത്. രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷത്തിനെ നേരിടുകയും അതോടൊപ്പം തന്നെ സംഘടനാപരമായിട്ട് പാർട്ടിയെ
വളരെ കരുത്തുറ്റ സംഘടനാ സംവിധാനമാക്കുവാൻ വേണ്ടിയും ഉള്ള ഒരു പട്ടികയാണ് പുറത്തു വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ പട്ടിക വരാൻ പോകുന്ന രാഷ്ട്രീയ ഗതിമാറ്റത്തിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് BJPയുടെ ഒരു വലിയ വളർച്ച ഉണ്ടാക്കാൻ പോകുന്ന, അതേപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഒട്ടനവധി പ്രത്യേകതകൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പട്ടികയായിരിക്കും ഇന്ന് വരുന്നത് എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. നമസ്കാരം.